ഹലോ അസ്സാം വലൈക്കും. നമ്മുടെ ക്ലൈമറ്റൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയി വരികയാണ്. ഇനിയിപ്പോൾ ചൂടുകാലം തുടങ്ങണല്ലേ. അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ ജ്യൂസ് ആയിരിക്കും കൂടുതൽ ട്രൈ ചെയ്ത് നോക്കാൻ പോണത്. അപ്പം നമുക്കൊരു വെറൈറ്റി ജ്യൂസ് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതിന് വേണ്ടി ഞാനിതാ കുറച്ച് കരിക്ക് വെട്ടിയിട്ട് അതിൻ്റെ ഇങ്ങനെ കരിക്കന്നെ ചുരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കരിക്കിൻ്റെ വെള്ളമാണുള്ളത്. പിന്നെ കുറച്ച് പഞ്ചസാരയും 2 ഏലക്കായും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു മിക്സർ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് നുറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഹാർഡായിട്ടുള്ള ഈത്തപ്പഴമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ കരിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ പഞ്ചസാര അതുപോലെ തന്നെ ഏലക്കായി കുറച്ച് കരിക്കിൻ്റെ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. മധുരം കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം കരിക്കിനും ഈത്തപ്പഴത്തിനും നല്ല മധുരമുള്ളതാണല്ലോ. അപ്പം ഇതാ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള കരിക്കിൻ്റെ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു ജ്യൂസ് ഗ്ലാസ് എടുത്ത് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത്. എല്ലാവരും മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഹെൽത്തി ആയിട്ടാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ, കാരണം ഈത്തപ്പഴം കരിക്കും മാത്രമാണല്ലോ ചേർക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.